ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ ആക്ച്വൽ ആൻഡ് ബിൽഡ് എന്ന ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ഓപ്ഷനും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ സീറോ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐറ്റം വാങ്ങിച്ച് ഡിഫറെന്റ് ഐറ്റം ആണ് ഫ്രീ കിട്ടണമെന്നുണ്ടെങ്കിലാണ് സീറോ വാല്യൂ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുക. എന്നാൽ ആക്ച്വൽ ആൻഡ് ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐറ്റം വാങ്ങിക്കുമ്പോൾ അതേ സെയിം ഐറ്റം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണത്. അതായത് ഇപ്പൊ സോപ്പാണ് വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ 2 സോപ്പാണ് നമുക്ക് വാങ്ങിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സോപ്പും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അപ്പൊ മൊത്തം 3 സോപ്പ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2 സോപ്പിനുള്ള റേറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിരേഷൻ. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. ഇനിയൊരു ഐഡിയും കൂടി ഉണ്ട് എനിക്ക്, shyamastaliclass@gmail.com. അപ്പൊ ഞാൻ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആക്ച്വൽ ആൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടാലിയിൽ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മുകളിൽ കമ്പനിയിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് F11 ഫീച്ചർ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളം ഇൻ ഇൻവോയ്സ്. ഈ ഒരു ഓപ്ഷൻ ആണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇനി നമുക്ക് പർച്ചേസിന്റെ എൻട്രി ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻസിന്റെ അടിയിൽ നമുക്ക് വൗച്ചർ V പ്രസ് ചെയ്തിട്ടെടുക്കാം. അതിൽ ഇവിടെ നമുക്ക് പർച്ചേസ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ പർച്ചേസിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ക്വാണ്ടിറ്റി കോളത്തിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആക്ച്വൽ ആൻഡ് ബിൽഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആക്ച്വലിൽ നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി, ബിൽഡിൽ നമ്മുടെ എത്രത്തിനാണ് ബില്ല് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് നമ്മുടെ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് പർച്ചേസിന്റെ ഒരു ലെഡ്ജർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. Alt C അടിച്ചു കഴിഞ്ഞിട്ട് പർച്ചേസ്, അണ്ടർ പർച്ചേസ് അക്കൗണ്ട് നമുക്ക് P അടിച്ചു കഴിഞ്ഞിട്ട് പർച്ചേസ് അക്കൗണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് സോപ്പാണ് പറയാൻ പോകുന്നത്. അപ്പോൾ Alt C അടിച്ചു. ഇവിടെ സോപ്പ് ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ അടിച്ചു. യൂണിറ്റ് Alt C അടിച്ച് നമ്പർ കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു, എൻ്റർ. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ, എൻ്റർ, എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ആക്ച്വൽ കോളം വരും. അതായത് ഇപ്പോൾ 3 സോപ്പ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു സോപ്പും കൂടി ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൊത്തം നമ്മുടെ കയ്യിൽ എത്ര സോപ്പ് ഉണ്ട്? 4 സോപ്പ് ഉണ്ട്. അപ്പൊ ആക്ച്വൽ എന്നുള്ളത് എത്രയാണ് കൊടുക്കേണ്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റി 4 എണ്ണം കൊടുത്തു. നമ്മൾ എത്ര എണ്ണത്തിനെ ബില്ല് കൊടുക്കുന്നുള്ളൂ? 3 എണ്ണമാണ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ 3 എണ്ണം കൊടുത്തു. ഒരു സോപ്പിനാണെന്നുണ്ടെങ്കിൽ 50 rupees വെച്ചിട്ടാണ്. അപ്പൊ റേറ്റ് 50 കൊടുത്തു. അപ്പൊ ഇവിടെ കണ്ടു. അപ്പൊ എമൗണ്ട് വരിക 150 ആണ് വരുള്ളൂ. എന്താണ്? 50 × 3 ആണ് വരുള്ളൂ. ആക്ച്വലി നമ്മുടെ അടുത്ത് 4 എണ്ണം ഉണ്ട്. പക്ഷെ നമ്മൾ എത്ര എണ്ണത്തിനെ ബില്ല് കൊടുത്തിട്ടുള്ളൂ? 3 എണ്ണത്തിന്. അതുകൊണ്ട് എന്താണ് റേറ്റ്, എമൗണ്ട് എത്രയാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? 150 ആണ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ വിൽക്കുന്ന സമയത്താണെന്ന് വിചാരിക്കുക, നമ്മുടെ ഈ 4 സോപ്പും നമ്മളെ വിലക്കാണ് വിൽക്കണം എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല, നമ്മൾ വാങ്ങിച്ചു വെച്ചു. അത് കഴിഞ്ഞാൽ ഫ്രീയുടെ ആ ഓപ്ഷൻ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ 4 സോപ്പും വിലക്ക് തന്നെയാണ് വിൽക്കണത്. സാധാരണഗതിയിൽ നമ്മളെ വിൽക്കുമ്പോൾ ഈ 50 രൂപയുടെ മുകളിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടല്ലേ വിൽക്കുക. അപ്പോഴല്ലേ നമുക്ക് ലാഭം ഉണ്ടായിരിക്കുള്ളൂ. വാങ്ങിയ വിലയെക്കാട്ടിലും അതിന്റെ 25-30% പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ വിൽക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ കച്ചവടം നടത്തുക. പക്ഷെ ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു സോപ്പ് നമ്മൾക്ക് 50 രൂപയെക്കാട്ടിലും കുറച്ചിട്ട് നമ്മൾക്ക് വിറ്റ് കഴിഞ്ഞാലും നമ്മൾക്ക് ലാഭം ഉണ്ടായിരിക്കും. അതായത് 50 രൂപയുടെ മുകളിൽ കുറച്ചിട്ട് അതിന്റെ മുകളിൽ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ലാഭം ഉണ്ടായിരിക്കും. എന്താ കാരണം? നമുക്ക് 4 എണ്ണം
നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ 3 എണ്ണത്തിനല്ലേ റേറ്റ് കൊടുത്തിട്ടുള്ളൂ. ടോട്ടൽ ക്വാണ്ടിറ്റി എന്താണ്? നമുക്ക് 4 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ആ റേറ്റ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടാലിയിൽ നിന്ന് കിട്ടും. നമ്മളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് എങ്ങനെയാണ് നോക്കാം. ഈ ഒരു എൻട്രി നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാം. അപ്പോൾ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വന്നു. അവിടെ നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. അതിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി ആണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് മൂവ്മെന്റ് അനാലിസിസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിലെന്താണ് എടുക്കേണ്ടത്? നമുക്ക് സ്റ്റോക്ക് ഐറ്റം അനാലിസിസ് സെലക്ട് ചെയ്തെടുക്കാം. സ്റ്റോക്ക് ഐറ്റം അനാലിസിസ് എടുത്തു. അപ്പോൾ അതിൽ സോപ്പ് വന്നു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ്, സപ്ലയറിന്റെ പേര് ക്യാഷ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എണ്ണം നമുക്ക് 4 എണ്ണം വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ആക്ച്വൽ ക്വാണ്ടിറ്റി 4 എണ്ണമാണ്, ബിൽഡ് ക്വാണ്ടിറ്റി 3 എണ്ണമാണ്, ബേസിക് റേറ്റ് പറയുന്നത് 50 രൂപയാണ്, ബേസിക് വാല്യൂ 150 റുപ്പീസ് ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും അവസാനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ഇഫക്റ്റീവ് റേറ്റ് നോക്കിയിട്ടാണ് ഈ ഒരു ഐറ്റത്തിന് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുക. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾക്ക് 37 രൂപ 50 പൈസയുടെ മുകളിൽ, ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ പ്രോഫിറ്റ് എടുത്ത് വിറ്റ് കഴിഞ്ഞാലും നമുക്ക് എന്താണ്? ലാഭമാണ്. അതായത് 50 രൂപയുടെ മുകളിൽ എടുക്കേണ്ട ആവശ്യമില്ല. 37 രൂപ 50 പൈസയുടെ മുകളിൽ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ ലാഭം കിട്ടും. എന്താ കാരണം? 4 എണ്ണം നമുക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് എന്താണ്? ടോട്ടൽ ആക്ച്വലായിട്ട് 4 ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ബില്ല് എത്ര എണ്ണത്തിനേ കൊടുത്തിട്ടുള്ളൂ? 3 എണ്ണത്തിനാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ 4 എണ്ണം നമ്മൾ വിലക്കാണ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന്റെ മുകളിൽ പ്രോഫിറ്റ് എടുക്കാൻ മതി. അപ്പോൾ ഈ റേറ്റിന്റെ മുകളിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇഷ്ടം പോലെ നമുക്ക് ലാഭം കിട്ടും. കാരണം നമുക്ക് ടോട്ടലായിട്ട് ആക്ച്വലായിട്ട് 4 എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 4 എണ്ണം നമ്മൾ വിലക്കാണ് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എന്നുള്ള ഓപ്ഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.